ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ബർദുബായ് അമ്പലത്തിൽ പോവാണ്. ആക്ച്വലി ശിവൻ്റെ അമ്പലം ഇപ്പം അടച്ചേക്കാണ്, പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്. സോ നമ്മളിപ്പം കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. കൃഷ്ണൻ്റെ അമ്പലം എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയൊരു ഫാമിലൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലെത്തിയേക്കാം. ഇവിടെ ബർദുബായിൽ പാർക്കിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് അയ്യോ പ്രിൻസി, ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ പുട്ട് ദ കാർ ദേർ. സി, അവിടെ എനിക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വീണ്ടും വണ്ടി എടുക്കേണ്ടി വരും. അവിടെ ബർദുബായിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതും കൂടാണ്ട് ഇവിടെ ഉള്ള എല്ലാം പാർക്കിംഗ് അടച്ചിട്ടേക്കുക, കൺസ്ട്രക്ഷൻ നടക്കുക. അതുകൊണ്ട് എനിക്കറിയില്ല എന്താ ഇവിടെ നടക്കുന്നത്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ ടൈമിങ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 6:30 തുടങ്ങിക്കഴിഞ്ഞാൽ 6:30 to 7:15. 7:15 അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് 8:30 തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 8:30 ബാച്ചിലാണ് പോകാൻ പോണത്. 8:30 തുടങ്ങിയാൽ പിന്നെ 9:15 9:30 വരെ ഉണ്ട്. സോ ഇപ്പം സമയം 8:38 ആയി. അപ്പോൾ വണ്ടി നമ്മൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തേ. സോ നമ്മൾ നടക്കും അമ്പലത്തിലോട്ട്. സോ നമ്മൾ അമ്പലം എത്തി. ആക്ച്വലി ഇവിടെയാണ് ശിവൻ്റെ അമ്പലം. പക്ഷേ ശിവൻ്റെ അമ്പലം ഇപ്പോൾ അടച്ചേക്കുന്നതുകൊണ്ട് കൃഷ്ണ അമ്പലത്തിൽ പോവാം. സൈഡിലുള്ള കടകളാണിത്. Not allowed to take it. ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് അമ്പലത്തിൻ്റെ പ്രിമിസസ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നോട്ടീസ് ബോർഡിൽ പുതിയ ദർശൻ ടൈമിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പുതിയ ദർശൻ ടൈമിങ്സ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചെറിയ പ്രസാദമൊക്കെ കിട്ടി കൃഷ്ണൻ്റെ അമ്പലത്തിന്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വിഗ്രഹങ്ങളും അഗർബത്തി അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. പെരുമാളിൻ്റെ ഷോപ്സും ഒരുപാടുണ്ട്. നല്ല രസമാണ് കാണാൻ. ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ നോക്കിയപ്പോഴാണ് ഗുരുദ്വാരൻ്റെ ഇവർ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രസാദമായിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ കടകളുടെ സൈഡിലോട്ട് പോയി. ആക്ച്വലി ഈ സൈഡ് ശിവൻ്റെ അമ്പലത്തിലോട്ടുള്ള റൂട്ടാണ്. പക്ഷേ ഇപ്പോൾ ശിവൻ്റെ അമ്പലം അടച്ചേക്കുന്നതുകൊണ്ട് ഈ കടകളിലോട്ട് മാത്രം കയറാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എൻ്റെ പുറകെ അബ്രയുണ്ട്, കോർണിഷ് പോലത്തെ സ്ഥലം. പക്ഷെ അങ്ങോട്ട് പോയില്ല, നല്ല വെയിലായതുകൊണ്ട്. അങ്ങനെ നല്ല ചൂടാണ്. പോയി തൊഴുതു വന്നു. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ടൈം ഇത്രയല്ല ആയിട്ടുള്ളൂ. ഇനി നമ്മൾ നല്ല ചൂടാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഒരു ഫാമിൽ പോവാണ്. സോ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കിനിയും വണ്ടി തിരിച്ചു നോക്കാം, ഇതിന് എടുക്കാൻ പറ്റുന്നുണ്ടോന്ന്. They can pull back if they can help us. What if they get stuck?
ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഫ്രം പഞ്ചാബ്. ഈ കാർ നീക്കിയേക്കാണ് നമ്മൾ സക്സസ്ഫുള്ളി ഈ കുഴിയിലായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു ഒട്ടകം പോലും നമ്മളെ സഹായിക്കാൻ വന്നില്ല. പക്ഷെ നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയി. സോ കഷ്ടപ്പെട്ട് നമ്മൾ ഫാമിലെത്തി. ഭയങ്കര വലിയ അക്ഷരത്തിൽ എവിടെ എഴുതിയേക്കണേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കം, ലെറ്റ്സ് ഗോ. സോ ഫാമിൻ്റെ ഉള്ളിൽ ആദ്യം കയറുമ്പോൾ തന്നെ സൈഡിലൊരു ഷോപ്പുണ്ട്. അവിടെയാണ് നമ്മൾ ആക്ച്വലി പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അവിടെ തന്നെ ഫാം ഫ്രഷ് ആയിട്ടുള്ള എഗ്സും വെജിറ്റബിൾസും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. മീൻസ് അവർ തന്നെ അവരുടെ ഫാമിൽ നിന്ന് നാച്ചുറലായിട്ടുള്ള എല്ലാം ഓർഗാനിക് വെജിറ്റബിൾസും ഉണ്ട്. ഇതാണ് അവരുടെ പ്രൈസ് പെർ പേഴ്സൺ. പിന്നെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഫാമിൽ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ തന്നെ നമ്മളെ ഫുൾ ഫാം കാണിക്കും. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ കുറേ ഡേറ്റ്സും പിന്നെ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോൻ്റെ ഫാം, ലെറ്റ്യൂസ്, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ആദ്യം കാണിച്ചു പുള്ളിക്കാരൻ. അടുത്തത് നമ്മൾ കയറിയത് ഫുൾ ഫിഗിൻ്റെ ഫാമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് ഉള്ള ഒരു ഫാം എന്ന് വെച്ചാൽ ഫിഗാണ്. ഫിഗിൻ്റെ സപ്ലൈ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ. They are not Malayalis. Baba. Baba, come closer. Come. Oh, Baba. Baba. Others, come. Do it. She'll not attack you. I touched her. With one hand, give grass. The other two, they're looking at it. ഇവിടെ പിന്നെ നമുക്ക് ഏതൊരു കേജിനകത്ത് നമുക്ക് കയറാം. അവർ റെസ്ട്രിക്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ ഹെൻസിൻ്റെ കേജിലൊന്നും കയറിയില്ല. പക്ഷെ ഒരു കുഞ്ഞു മുയലിൻ്റെ ഒരു കേജ് ഉണ്ടായിരുന്നു. That's why he's sitting in the water. We'll wash the hands. See how he's eating only one. How long will it take to finish? I think we brought too much for them. Yeah. It's too tiny. Wow. See, nice. Their baby, yeah. See how it's sleeping. Yeah. He slept on your hand. Because of fan, he felt good. ഇവിടെ വേറെ കുറേ ഇങ്ങനെ ഫൈറ്റർ ഹെന്നും പിന്നെ ടർക്കി, ഡക്സ് ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ആ ഒരു കേജിലൊന്നും കയറിയിട്ടുണ്ടായില്ല, എനിക്ക് പേടിയായിരുന്നു. പിന്നെ ചെറിയ ഹാംസ്റ്ററിൻ്റെ ഒരു കേജ് ഉണ്ട്, അതിനകത്ത് ഞാൻ കയറി. അത് ഈ കുഞ്ഞു മുയിലിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കാണാൻ. Hey, hello. See there? I saw them in movies. See? He gets scared. He may be. इनको नहीं छूना. नहीं है, सिर्फ अंडे देने वाले हैं, right?
ഇത് പപ്പായൻ്റെ ട്രീ ആയിരുന്നു. കുറേ പപ്പായസും ഇവിടെ ഫാം ചെയ്യുന്നുണ്ട് അവർ. Many varieties. നമ്മുടെ ആ ഗൈഡ് കുറച്ച് ബെറീസ് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് തന്നു. ഇത് ബെറീസാണ്, നല്ല ടേസ്റ്റായി, നല്ല മധുരം ഉണ്ടായിരുന്നു. സോ ഇത് പീക്കോക്കിൻ്റെ കേജാണ്. ഇവിടെ നമുക്ക് കയറാം, പക്ഷെ ഞാൻ കയറിയില്ല, അവരെങ്ങാണ് അറ്റാക്ക് ചെയ്താലോ. ഇത് ടർക്കിയുടെ കേജാണ്. They all are calling you. Distribute others. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ആ ഫാമിൽ പോയി. വാദി അൽ അമറാദി, ആ ഫാമിൽ പോയി. നല്ല ചൂടുണ്ടായിരുന്നു. അത് തന്നെയല്ല, നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. 25 dirhams ആയിരുന്നു പെർ പേഴ്സൺ. പക്ഷെ ഇത്രയും ചൂടത്ത് എനിക്കൊന്ന് വിൻ്റർ സീസണിൽ പോകണമായിരിക്കും നല്ലത്. അവിടുത്തെ മുയിലും പശുവും ഒക്കെ ഒരുമാതിരി ശോഷിച്ച അവസ്ഥയിലാണ്. എന്നുവെച്ചാൽ അവർക്ക് ഭയങ്കര ചൂടായിട്ട് അവർക്ക് പറ്റുന്നില്ല, ബ്രീത്തിങ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമുക്ക് വിഷമം തോന്നി കണ്ടപ്പം. സത്യം പറഞ്ഞാൽ ഉണ്ട്, ഫാനൊക്കെ ഉണ്ട്, പക്ഷെ ഫാനിനൊന്നും ഒരു കാര്യമില്ല. പിന്നെ മറ്റേ മണ്ണല്ലേ, അപ്പം എനിക്ക് അത്രയും ഞാൻ എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കുഴപ്പമില്ല, നല്ല കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളവിടെ നിന്ന് നമുക്ക് തന്നെ പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് നമ്മൾ പൈസ കൊടുക്കണം എക്സ്ട്രാ ഫ്രൂട്ട്സ് മേടിക്കണമെങ്കിൽ. സോ നല്ലതായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഒന്നുകിൽ രാവിലെ പോകണം അല്ലെങ്കിൽ വൈകിട്ട് പോകണം. അത് നട്ടുച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ല ചൂടായിരിക്കും, കാരണം അധികം ഷെയ്ഡോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്ലാന്റ്സിൻ്റെ ഏരിയയിൽ മാത്രമാണ് കൂളിംഗ് ഉണ്ടായിരുന്നത്. സോ അത്രേ ഉള്ളൂ ഗായ്സ്. ഇനിയിപ്പം ലഞ്ച് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവും. സോ കണ്ട് എല്ലാവർക്കും താങ്ക്സ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.